ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുള്ള മത്തങ്ങ കാണിച്ചു തരാനാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുള്ള മത്തങ്ങയാണ്. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ആദ്യമായിട്ട് ഉണ്ടാകുന്ന മത്തങ്ങയാണ് കേട്ടോ. ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കല്യാണത്തിന് മുന്നേ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഇതിന് മുന്നേ നിങ്ങൾക്ക് ഞാൻ കുമ്പളങ്ങ കൃഷി ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഡിലീറ്റായിപ്പോയി. പക്ഷേ ആ ഒരു വീഡിയോയിൽ ഒരുപാട് കുമ്പളങ്ങ ഉണ്ടായിരുന്നു. ഒരു 10-15ഓളം കുമ്പളങ്ങ ഉണ്ടായിരുന്നു. നമ്മളത് കടയിലേക്കൊന്നും കൊണ്ടു കൊടുത്തില്ല. പക്ഷേ നമ്മൾ അയൽപ്പക്കത്തേക്കും നമ്മുടെ ബന്ധു വീടുകളിലൊക്കെ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. എല്ലായിടത്തേക്കും ഓരോന്ന് വീതം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വലുപ്പമുള്ള കുമ്പളങ്ങയായിരുന്നു. ഈ ഒരു മത്തങ്ങയും നല്ല വലുപ്പമുള്ള നല്ല നല്ല മത്തങ്ങയാണ് കേട്ടോ. വിഷാംശമൊന്നും അടിക്കാത്ത നല്ല നാടൻ മത്തങ്ങ. അപ്പോൾ അത് ഉണ്ടായി നിൽക്കുന്ന ആ ഒരു സ്ഥലം, അതിൻ്റെ ആ ഒരു ചെടി തൈ ഉണ്ടായി നിൽക്കുന്ന ആ ഒരു സ്ഥലം കാണിക്കാമെന്ന് വിചാരിച്ചു. ദാ ഇവൾ പ്രഗ്നൻ്റ് ആണ് കേട്ടോ, പ്രസവിക്കാറായി. ഡിസംബറോട് കൂടി അവളുടെ പ്രസവത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ദാ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് പരിചയം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതിന് മുന്നേ ഉള്ള ആ ഒരു കുമ്പളങ്ങ ഇട്ടിട്ടുള്ള ആ ഒരു വീഡിയോയിൽ കുമ്പളങ്ങ നിന്നിട്ടുള്ള അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മളുടെ മത്തങ്ങയുടെ ആ ഒരു തൈയും പടർന്ന് പിടിച്ചിട്ടുള്ളത്. ഇത് നേരെ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ആ ഒരു പൈപ്പുമ്മ ചുറ്റിയിട്ട് പോവായിരുന്നു. അപ്പോൾ ചേട്ടനും അപ്പച്ചനൊക്കെ കൂടിയിട്ട് ഇത് നേരെ നമ്മുടെ പശുക്കുട്ടിയുടെ ആ ഒരു തൊഴുത്തിന് മേലേക്കായിട്ട് പടർത്തിയിട്ടുണ്ട്. കുമ്പളങ്ങയും ഉണ്ടായിട്ടുള്ളത് അവിടെയാണ് കേട്ടോ. ഒരുപാട് കുമ്പളങ്ങ ഉണ്ടായിരുന്നത്. ഒരു 10-15ഓളം കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴുത്തിൻ്റെ ബാക്കിലായിട്ടും ഇതേപോലെ മത്തങ്ങയാണ് നമുക്ക് ഇപ്രാവശ്യം പിടിച്ച് കിട്ടിയിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിൽ ഇതേപോലെ പടർന്ന് പിടിച്ചിട്ടുണ്ട്. ഏതാണ്ട് കാട് പിടിച്ച പോലെ ഉണ്ട്. വല്ല പാമ്പും ചേമ്പും ഉണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ. എന്നാലും ഞാൻ പതുക്കെ ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെയാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ദാ തൊഴുത്തിൻ്റെ ബാക്കിലായിട്ട് തന്നെ ചാണകത്തിൻ്റെ ആ ഒരു കുഴിയുള്ള ആ ഒരു ഭാഗമുണ്ട്. അവിടെയൊക്കെ പടർന്ന് പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് ഇതേപോലെ. പിന്നെ ദാ ഇത് നമ്മളുടെ ഇഞ്ചിയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ അപ്പച്ചനും അമ്മയും ഇഞ്ചി നട്ടിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചട്ടി നിറയെ നമുക്ക് ഇഞ്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കുമ്പളങ്ങയുടെ തൈയാണ്. കുമ്പളങ്ങയുടെ തൈ ഇപ്രാവശ്യം അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായിട്ട് കിട്ടിയില്ല. ചെറിയൊരു കുമ്പളങ്ങ കിട്ടി. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയ്ക്കൊന്നും സെറ്റായിട്ട് കുമ്പളങ്ങയുടെ തൈ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ദാ ഈ ഒരു പൂവുമ്മ നിൽക്കുന്ന ആ ഒരു പ്രാണിയെ നിങ്ങൾ കണ്ടോ? ഞങ്ങളിവിടെ പച്ചക്കുതിര എന്നാണ് പറയുക. പണ്ടത്തെ ആൾക്കാരുടെ വിശ്വാസപ്രകാരം ഇപ്പോഴും വിശ്വസിച്ച് പോകുന്ന ചില ആൾക്കാരുണ്ട്, നമ്മൾ പച്ചക്കുതിരേനെ വീട്ടിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ ഒരുപാട് വരും എന്നുള്ളത്. അങ്ങനെയുള്ള കുറച്ച് അന്ധവിശ്വാസങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില നേരത്ത് ഞാൻ ചിലപ്പോൾ വിശ്വസിച്ച് പോകും, ചില നേരത്ത് ഞാൻ വിശ്വസിച്ച് പോവില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു സ്ഥിതി. നമ്മൾ ഈ ഒറ്റ മൈനേനെ കാണുമ്പോൾ സങ്കടം വരും, ഇരട്ട മൈനേനെ കാണുമ്പോൾ സന്തോഷം വരും. അതിലൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ചില സമയത്ത് നമ്മൾ ആ ഒരു ഒറ്റ മൈനേനെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് അങ്ങനെ ചിന്തിച്ചിട്ടാണോ എന്നറിയില്ല, അന്നത്തെ ദിവസം കരച്ചിൽ തന്നെയായിരിക്കും ചിലപ്പോൾ. നമ്മൾ ജോലിക്ക് പോകുന്ന സ്ഥലത്തായാലും സ്കൂളിലായാലും എങ്ങനെയായാലും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പയറൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടോയെന്നറിയില്ല. നമ്മൾ വിഷയത്തിൽ നിന്നും കുറച്ച് തെന്നി മാറി. സാരമില്ല, പോട്ടെ. അങ്ങനെ എന്താ പറയുക, രാത്രിയിലത്തെ ഇത് വൈകിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. വൈകിട്ടത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ മോനോട് അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് അവൻ്റെ ഡ്രസ്സൊക്കെ ആകെ അലമ്പായിട്ടാണ് ഇരിക്കുന്നത്. ചെരുപ്പുകളെല്ലാം കയറ്റി വയ്ക്കാനായിട്ട് പറഞ്ഞു. കാരണം ഇവിടെ നിറയെ പട്ടിശല്യമുണ്ട്. അങ്ങനെ ഒന്നും കൂടിയും പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നടന്നപ്പോൾ ദാ ഇവിടെ ഫ്രണ്ട് ഏരിയയിലും നമ്മുടെ ചെണ്ടുമല്ലി നല്ല ഉണ്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട്. കാണാൻ നല്ല ചേലാണ് കേട്ടോ. ഇതിങ്ങനെ വാടുന്നതിന് മുന്നേ തന്നെ കുറേ നാളിത് ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല വലിയ വലിയ ചെണ്ടുമല്ലികളാണ് കിട്ടിയിട്ടുള്ളത്. ഓറഞ്ച് കളറാണ് കൂടുതലുള്ളത്. കാണുമ്പോൾ നല്ല ഭംഗി. നമുക്കത് കുറച്ച് നേരം ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നും. എന്തോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ പിന്നെന്താ, ഈ ഒരു ചെടി കണ്ടോ? ഇതിങ്ങനെ ഞാത്തി
ഞാൻ വരുന്ന ടൈപ്പിലുള്ള ചെടികളാണ്. അവനോട് അതിന് ചുറ്റും ഒന്ന് റൗണ്ട് അടിക്കാൻ പറഞ്ഞപ്പോൾ അത് തട്ടി 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 അത് പൊട്ടിച്ചെടുക്കുന്ന എനിക്ക് തോന്നിയത്. കാരണം പൊട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മയുടെ നല്ല ചീത്തേക്കും. കാരണം അമ്മ അത് കഷ്ടപ്പെട്ട് വളർത്തുന്ന സാധനമാണേ. വെറുതെ ഒരു റീൽസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങടാന്ന് പറഞ്ഞപ്പോൾ അത് മൊത്തം ഇളക്കി മറിക്കാനായിട്ട് നോക്കി. പിന്നെ ഞാൻ മതി 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 എന്ന് പറഞ്ഞപ്പോൾ അവൻ പോയി. പിന്നെ ദാ അമ്മ നല്ലൊരു താമരക്കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വിത്ത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങി കൊടുത്തതാണ്. അപ്പോൾ അമ്മ അത് ശരിക്കും സെറ്റാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ചെടിയുടെ പേര് ഞാൻ മറന്നുപോയി. ഇതെന്താണ്, മുക്കുറ്റിയാണെന്നാണ് ഇത് തോന്നുന്നത്. പിന്നെ നിങ്ങൾക്കൊരു ചെടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഇല കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, മുല്ലപ്പൂവിൻ്റെ ഇല പോലെ തോന്നും. പക്ഷേ എന്നാൽ മുല്ലപ്പൂവല്ല. ഇല കാണുമ്പോൾ കണ്ടോ, ശരിക്കും ആ ഒരു മുല്ലപ്പൂവിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെയാണ് വരുന്നത്. മുല്ലപ്പൂവിൻ്റെ ഇലയുടെ ടെക്സ്ചർ. ഇതിലുണ്ടാവുന്ന പൂവ് ഇതാ ഇതുപോലെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഒരുപാട് കൊല കൊലയായിട്ടുണ്ടായി വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ നമുക്ക് വേറെ കളറും ഇതിലുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെടി ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഇലകൾ മാത്രമായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ പൂവൊക്കെ വിരിഞ്ഞ് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് ഒരു ചെടിയുടെ ഇല പൊട്ടിക്കാനായിട്ട് വന്നപ്പോഴാണ് ഈ ഒരു ചെടിയിൽ ഇങ്ങനെ പൂവ് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത് കണ്ടത്. ഇതിൻ്റെ ഇല കണ്ടപ്പോൾ എനിക്ക് ഏതാണ്ട് മുല്ലപ്പൂവിൻ്റെ ഇല പോലെ തോന്നി. ഈ വൈറ്റ് കളറിൻ്റെ ഇല കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളുടെ ഈ കുരുമുളകിൻ്റെ ഇലയൊക്കെ നിൽക്കുന്ന ആ ഒരു ഫീല് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ഇത് പല സ്ഥലങ്ങളിലായിട്ട് അമ്മ നട്ടിട്ടുണ്ട്. ഇതെന്ത് ചെടിയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഈ ഒരു ചെടിയുടെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ പനിക്കുർക്കയുടെ ഇലയുണ്ടല്ലോ അത് പൊട്ടിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു പൂ നിൽക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ഞാൻ സൈക്കിൾ ഓടിക്കണതും കൂടി വീഡിയോ എടുക്കാം അമ്മ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവൻ സൈക്കിൾ ഓടിക്കാനൊക്കെ പഠിച്ചു. പക്ഷേ എന്താ പറയുക, ഇത് പഴയ സൈക്കിളാണ് കേട്ടോ. അതിൽ തന്നെ ചവിട്ടി പഠിച്ച് എന്താ പറയുക, സൈക്കിളിൻ്റെ പണി ഒരു ഇതായിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കരിഞ്ഞോന്ന് ഓടി വന്ന് നോക്കാണ്. എന്തോ ഭാഗ്യത്തിന് കരിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെന്താ, ഇതെന്താ മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ അയിലയാണ്. അയില തലയോടുകൂടി പകുതിയാക്കിയിട്ട് വറുക്കാണ്. എനിക്കെന്തോ ഈ മീനിൻ്റെ തല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് വറുത്ത് കിട്ടുമ്പോൾ അതിങ്ങനെ ക്രിസ്പി ആയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ മീനിൻ്റെ തലയൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കൂടുതലും അയിലയുടെ തല മാത്രമേ എടുക്കുള്ളൂ ഇവിടെ. ചാളയുടെ മറ്റേതിൻ്റെ ഒന്നും വേറെ മീനുകളുടെ ഒന്നും തലകൾ എടുക്കാറില്ല. ഇനി വേറെ ഏതെങ്കിലും മീനിൻ്റെ തലകൾ നമ്മൾ കഴിക്കാനായിട്ട് ഉപയോഗിക്കുമോ എന്നുള്ളതും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇവിടെ കൂടുതലും അയിലയുടെ തലയാണ് എടുക്കാറ്. പിന്നെ നമ്മൾ മുകളിൽ മണി പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ എടുത്തിട്ട് താഴത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ ഈ ഒരു തിണ്ടുമ്മ ഈ ഒരു സ്റ്റീലിൻ്റെ ആ ഒരു കമ്പിയുമ്മ പടർത്താമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ കൊതുക് ശല്യം ഇവിടെ കുറച്ചുണ്ട്, ചാണകക്കുഴിയൊക്കെ ഉള്ള കാരണമുണ്ട്. അതുകൊണ്ട് അമ്മയുടെ ഓർക്കിഡ് ചെടിയുടെ സൈഡിലായിട്ട് കൊതുക് തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന മണി പ്ലാന്റിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് എടുത്ത് താഴോട്ടൊന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു കമ്പിയുമേ പടർന്ന് കിട്ടുമെന്ന് അറിയാനായിട്ടാണ്. അത് വെള്ളത്തിൽ കുപ്പിയിലാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത്രത്തോളം പടർന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് അമ്മയുടെ ഓർക്കിഡുകളിലെ തന്നെ വേറൊരു ടൈപ്പ് ഓർക്കിഡാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടോ. ഗോൾഡൻ കാസ്കേഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സംഭവം ഇത് പടർന്ന് കിട്ടി കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ അഡീനിയം, അത് അമ്മ അടിപൊളിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വളം കാര്യങ്ങളൊക്കെ തേച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കഷ്ടപ്പെട്ട് നോക്കുന്നതാണ് ഈ ഒരു ചെടികളെല്ലാം. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അമ്മയുടെ ആ ഒരു പ്രയത്നം ഈ ചെടികൾ പൂക്കളിലൂടെ ആയിട്ട് അമ്മയ്ക്കത് സാധിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് അമ്മയുടെ ഈ ചെടികൾ നോക്കി നിൽക്കാനും ഒരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ. ഞാൻ വെള്ളത്തിൽ വെക്കുന്ന ചെടികൾ മാത്രമേ ഇപ്പോൾ ചെയ്യുന്നതുള്ളൂ. പതുക്കെ മണ്ണിലോട്ട് ഇറങ്ങണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈവനിങ് വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു കുട്ടി ഫാമിലി വ്ളോഗായിട്ട് വീണ്ടും വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.